നിയമസഭയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷുമൊക്കെ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം തവണ ആവർത്തിച്ചത് കോടതികളെയും കോടതികളുടെ പരാമർശങ്ങളെയും പറ്റിയിട്ടാണ്. അങ്ങനെയാണ് എങ്കിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രിയോട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിക്കാം. There also appears to be a distinct and grave possibility that the original gold-cladded Dwarapalakas were disposed of to a willing purchaser for a substantial monetary consideration. ആ സ്വർണ്ണപ്പാളി മോഷ്ടിച്ച് അപഹരിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിറ്റതാണ് എന്ന ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാരല്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ്. സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി അയ്യൻ്റെ പൊന്നിനെ കട്ടെടുത്തു വിറ്റു ഈ സർക്കാർ എന്ന ഗുരുതരമായ ആരോപണം വയ്ക്കുമ്പോൾ ഏതെങ്കിലും അവതാരമോ ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും പ്രസിഡന്റുമാരോ അല്ല മറുപടി പറയേണ്ടത് അമ്പലം വിഴുങ്ങികളായ ഈ സർക്കാരാണ്. ക്ഷേത്രത്തിലെ ദ്വാരപാലക സങ്കല്പത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. ശ്രീകോവിലിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന ദ്വാരപാലകരുടെ സ്വർണം പോലും അടിച്ചു മാറ്റി മറിച്ചു വിറ്റു എന്ന് തന്നെ കോടതി പറയുമ്പോൾ അത് ഗൗരവതരമാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തുടരാൻ എന്തെങ്കിലും ധാർമ്മികമായ അവകാശമുണ്ടോ? കോടതി അന്വേഷണ സംഘത്തോട് പറയുകയാണ്, നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് ചെയ്താൽ മതി, ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ടിങ്ങും വേണ്ട, കാരണം ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ട് കോടതി ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണങ്ങളെ അവിശ്വസിക്കുകയാണ്. ഇത് മോഷ്ടിച്ചു, ഈ സർക്കാർ മറിച്ചു വിറ്റു എന്ന് പറഞ്ഞത് കോടതിയാണ്. കൃത്യമായി ഈ വിഷയത്തിൽ ഈ നടക്കുന്ന സമരങ്ങൾക്കെല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാവിധമായ പിന്തുണയുമുണ്ടാകും. താങ്ക് യു.